മാവേലി ഇത്രയും നേരം എല്ലാവരുടെയും വീട്ടിലൂടെ എന്നെ കൊണ്ടുപോയി. ഇതിപ്പോ അവസാനം നമ്മളൊരു കാറിന്റെ ഷോറൂമിൽ വന്നിരിക്കുന്നത്. ഹാപ്പിയാണ്. ഇത് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മാവേലി. അതെ അതെ അതെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ട് അത് ഓർമ്മയില്ല. ഞങ്ങള് മാവേലിയെ കണ്ടോ? ഉള്ളിലേക്ക് വരട്ടെ. നല്ല ഓണമൊക്കെ ആയിക്കോട്ടെ. ഇപ്പൊ നാദിര ഫാമിലി ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സെറ്റായി, എല്ലാം നല്ല രീതിയിൽ പോണു. അപ്പം ഹാപ്പി ആയിട്ടിരിക്കണം അല്ലെ? അപ്പൊ ഇവിടുത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നേരെ ഫാമിലിയുടെ അടുത്തേക്ക് പോവാണോ? ആണ്. അപ്പൊ അവരുടെ കൂടെ ഓണം എല്ലാം അങ്ങനെ ആഘോഷിക്കുകയാണ്. ഓണമാണ്. ഓക്കെ, അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? മാവേലി രാത്രി ആവുമ്പോഴും പ്രജകളെ അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലാരും സദ്യ കഴിച്ചോ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള വിശേഷങ്ങൾ അന്വേഷിക്കാനായിട്ട്. മടിയുള്ളവർ കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. എല്ലാവരുടെയും വീട്ടിലൂടെ എന്നെ കൊണ്ടുപോയി. ഇതിപ്പോ അവസാനം നമ്മളൊരു കാറിന്റെ ഷോറൂമിൽ വന്നിരിക്കുന്നത്. ഞാൻ ഇത്ര നേരം വഴക്കിട്ടോണ്ട് എനിക്ക് കാർ വാങ്ങിത്തരാൻ വന്നോളൂ. പിന്നെ ഉദ്ഘാടന പരിപാടിയില്ല. അതുകൊണ്ട് ഇവിടെ ഗസ്റ്റിനെ കാണാനോ? ഈശ്വരി, ഇവിടെ ഏത് ഗസ്റ്റിനെ കാണാനാ മാവേലി എന്നെ കൊണ്ട് വന്നിരിക്കുന്നത്? ഇവിടെ എവിടെ എവിടെയാണ് ആള്? ഹലോ, ഹാപ്പിയാണ്. ഇത് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മാവേലി. അതെ അതെ അതെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന സ്ഥലം ആളാണെന്ന് പറയത്തില്ല, എല്ലാം പറഞ്ഞു കൊടുക്കും. ഇല്ല, നമ്മള് ഓണത്തിന്റെ അന്ന് എല്ലാ വിശേഷങ്ങൾക്കും സെലിബ്രിറ്റീസിന് വന്ന് നമ്മൾ ഗിഫ്റ്റുകൾ തരുമല്ലോ. എന്നോട് പറഞ്ഞില്ല ആരെ കാണാൻ പോവാന്ന്. ഇവിടെ വന്നപ്പോഴാണ്, ഇപ്പൊ കണ്ടപ്പോഴാണ് ഞാൻ അറിയണത്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ആരാന്ന് പറയത്തില്ല, എന്തൊക്കെ ചോദിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഇവിടെ മാരുതിയുടെ ഓണം സെലിബ്രേഷനിൽ നിൽക്കുമ്പോ ഇത് എവിടെ പെട്ടെന്ന് വേറെ ആൾക്കാര്. അപ്പൊ സ്വാസിക്ക് ഇവിടെ എന്താ മാരുതിയുടെ സംഭവത്തിൽ? ഞാനിപ്പോ മാരുതിയുടെ സ്വന്തം ആളായില്ലേ? ആണോ? മാരുതിയുടെ ഈ ഒരു ഓണം, അതെ, ഓണം സമയത്ത് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ കീ ഹാൻഡ് ഓവർ ചെയ്യാം, അങ്ങനത്തെ ഓണം സെലിബ്രേഷൻസ്. ഓ, അതാണ് ഇപ്പൊ നടക്കണത്. എന്നാ പിന്നെ മാഡം, ഞങ്ങളുടെ വക ഇതാ ഗിഫ്റ്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ പാം ട്രീ നൽകുന്ന നല്ലൊരു ഓണം ഗിഫ്റ്റാ. കൈയോടെ വാങ്ങിച്ചോളൂ. താങ്ക് യു സോ മച്ച്. അതോടെ വെച്ചോ, അടുത്തോണ്ട് ഗിഫ്റ്റ് വീണ്ടും. കൈ നിറയെ ഗിഫ്റ്റ്, കൈ നിറയെ സമ്മാനങ്ങളുമായി മൈൽ സ്റ്റോൺ. ഇത് ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിൻ നൽകുന്ന നല്ലൊരു കിറ്റ് ആണ്. അതിനകത്ത് ഫുൾ പായസമാണ് കേട്ടോ, നിറഞ്ഞ പായസം. മഹാറാണി വെഡിങ് കളക്ഷൻസ് തൊടുപുഴ. അതെ അതെ, മാരുതിയിൽ ഞങ്ങൾ അങ്ങോട്ട് എല്ലാവർക്കും സമ്മാനം കൊടുത്തു. ഇപ്പൊ മൈൽ സ്റ്റോൺകാരെ എനിക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഓണം സ്പെഷ്യൽ ഓണം ആവട്ടെ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണമായിട്ട് പ്രേം എവിടെ? പ്രേം ഇന്നും അവിടെ തന്നെ, ബാംഗ്ലൂർ, ചെന്നൈയിൽ തന്നെയാണോ? മാപ്പോ? എന്ത് മാപ്പ്? ഇന്റർവ്യൂവിൽ മാപ്പിനെ കുറിച്ച് പറഞ്ഞാണല്ലോ. അതോ എന്റെ പൊന്നു സ്വാസിക, നമ്മളൊരു ഇന്റർവ്യൂ എടുത്തില്ലേ, അത് ഭയങ്കര വൈറലായല്ലോ. നമ്മള് കൊറേ നല്ല കാര്യങ്ങൾ പറഞ്ഞ്, സ്വാസികയുടെ വിശേഷങ്ങളും പറഞ്ഞ്, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എടുത്ത ഇന്റർവ്യൂ ആണ്. അത് ഭയങ്കര വൈറലായി ഇതായി. അതിനെ വെച്ചിട്ട് വേറെ കൊറേ ഇതും പറഞ്ഞ് ആൾക്കാര് പറഞ്ഞു അല്ലേ? അതെ, കുഴപ്പമില്ല, അതിന്റെ ഒരു വഴിക്ക് അങ്ങനെ പോയി, ഇത് എല്ലാം ശരിയായി. എന്തായാലും ഇപ്രാവശ്യം പ്രേം ഇവിടെ ഇല്ല, ചെന്നൈയിൽ തന്നെയാണ്. പ്രേമിനെ ഒരിക്കലും കാണാൻ കിട്ടൂല അല്ലേ? സർപ്രൈസ് ആയിട്ട് നിൽക്കാണ്. അപ്പൊ തിരുവോണം ആയിക്കൊണ്ട് ഇങ്ങനത്തെ ഓണം പരിപാടി നമ്മൾ ഒരുമിച്ചുണ്ടാവും. എന്ത് പരത്തിയൊന്നോ? അതല്ല ഇപ്പൊ ക്ഷമ ചോദിച്ചത്.
അത് തന്നെ ആ വൈറലായ വീഡിയോ അങ്ങനെ എന്തോ വൈറൽ നെഗറ്റീവ് പബ്ലിസിറ്റി അതിന് ക്ഷമ ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ അല്ല ഒന്നുകൂടി എനിക്ക് പറയാം, ഞാൻ കേട്ടില്ല അതുകൊണ്ടാ. ക്ഷമ ചോദിച്ചിരിക്കുന്നു. ഓ അത് ശരി. ആ അങ്ങനെ. എന്റെ പൊന്നെ, അത് സത്യമായിട്ട് ഇതൊന്നല്ല. ഈ നമ്മുടെ മൈൽ സ്റ്റോണിൽ ഇടുന്ന സാധനം വേറെ ഏതോ ഫേക്ക് ആയിട്ടുള്ള ഓൺലൈൻകാർ എടുത്തിട്ട് പോയിട്ട് അവരാണ് ഈ സാധനം ഇതെന്നും പറഞ്ഞുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണത്. ശരി. അപ്പോ ഇനി ഇത് ആദ്യത്തെ ഓണസമ്മാനാണോ അത്? അല്ല, ഓണത്തിന്റെ ഇത് ഇതുപോലെ മാരുതിയുടെ നമ്മള് വേറെ പല ഷോറൂംസിലൊക്കെ പോയപ്പോ ഇങ്ങനെ ഓണസമ്മാനങ്ങൾ കിട്ടി. അല്ല, സ്വാസികയുടെ ആദ്യത്തെ ഓണം എന്ന് പറയുന്നത് സ്വാസികയുടെ അമ്മയുടെ ഓണസമ്മാനാണ് ഫസ്റ്റ് അല്ലേ? ഞാൻ കണ്ടിരുന്നു അമ്മയുടെ ഓണക്കോടി, അത് 2 ദിവസം മുമ്പ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ കൊടുക്കുന്നതാണ് നമ്മളൊക്കെ കൊടുക്കുന്നത്. ഓ അപ്പൊ എന്നാ ശരി മാവേലി, പോവാ നമുക്കിനി. ആ സന്തോഷം. ശരി സ്വാസിക, അപ്പൊ Happy ഹാപ്പി ഓണം. ഓണം. അടിപൊളിയാവട്ടെ. Thank you. കീപ് ഗോയിങ്. Yes. ഓക്കെ ബൈ. ബൈ ബൈ. ബൈ ബൈ. എവിടെ മാവേലി ഇവിടെയാണോ കൊണ്ടുവന്നേ? അതെ അതെ. അയ്യോ മൈക്ക് വെച്ചോ? ആ ഈ രാവിലെ എല്ലാം ആയി വരുന്നേ ഉള്ളൂ അല്ലേ? ഹാപ്പി ഓണം. കേറി വരട്ടെ. മാവേലി ആയിട്ടാണ് ഞങ്ങൾ ഓണത്തിന് എനിക്ക് വന്നിരിക്കുന്നത്. എന്തായി ഓണമൊക്കെ എവിടം വരായി? ഓണമൊക്കെ എന്തായി? ഓണമൊക്കെ അങ്ങനെ പോകുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്, സദ്യ ഉണ്ടാനായിട്ട്. പുറത്തേക്കാണോ പോണേ? എവിടെ? ഹോട്ടലിലാണോ അതോ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഗ്യാദർ ചെയ്യാണോ? മിക്സ് ഓഫ് ബോത്ത്. ആണോ? പോയിട്ട് ഫ്രണ്ട്സ് ആരെങ്കിലും ഗ്യാദർ ചെയ്യായിരിക്കും. ഓക്കെ. അപ്പൊ അതാണ് ഇന്നത്തെ ഓണപരിപാടികളൊക്കെ ആയിട്ട്. എന്താണ് വേറെ ഓണത്തിന് യൂഷ്വലി നിങ്ങൾ വീട്ടിൽ അങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരു രീതിയോ അല്ലെങ്കിൽ എനിക്ക് പായസം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നോ? ഞാൻ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം ഉണ്ടാക്കാൻ, അറിയാം നന്നായിട്ട്. ഒന്നുമില്ല, അമ്മ ഉണ്ടാക്കുമ്പോ സഹായിക്കും അത്ര തന്നെ. അനികേട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ പായസമൊക്കെ? ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇല്ല. അപ്പൊ അമ്മ ഉണ്ടാക്കി തരുന്ന ഏത് പായസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം? അമ്മ യൂഷ്വലി ഓണത്തിന് പാലടയാണ് ഉണ്ടാക്കാറ്, സ്റ്റേപ്പിൾ ആണ്. ആ, നിങ്ങളുടെ കോഴിക്കോട് അങ്ങോട്ട് എപ്പോഴും ഏറ്റവും ഫേമസ് എന്ത് പായസ? അത് എനിക്കറിയില്ല. പാലട തന്നെയാണോ? ആണോ? ആ, ചില ഈ കണ്ണൂരൊക്കെ വേറൊരു പായസം പറയും, വേറെ സ്ഥലത്ത് പച്ചപ്പായസം, അങ്ങനെ ചില സ്ഥലത്ത് തുമ്പപ്പൂ പായസം, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കോഴിക്കോട് അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല അല്ലെ? ഇഷ്ടമാണോ സദ്യ കഴിക്കാൻ? എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ ഈ ഓണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല മെമ്മറീസ് എന്താ എനിക്കല്ലേ? ഇതേപോലെ കുഞ്ഞിലെ നിങ്ങളുടെ നാട്ടില് മാവേലി വരുവായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, യൂഷ്വലി സ്കൂളിലത്തെ ഓണം സെലിബ്രേഷൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് നല്ല മെമ്മറീസ്. പൂ പറിക്കാനൊന്നും പോയിട്ടില്ല? പൂ പറിക്കാൻ ഉണ്ട്, നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഓണം ഉണ്ടായിരുന്നത്. അത്തം തൊട്ട്. പൂ പറിച്ചോണ്ടിരിക്കണേ എന്തിലാണ്? പൂ പറിച്ചോണ്ടിരിക്കണേ അത് എന്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കയ്യിൽ കിട്ടുന്ന പൂ പറിച്ചോണ്ടായിരുന്നു. പക്ഷെ അപ്പുറത്തുള്ള തൊടിയത്തെ പൂവൊക്കെ പറിച്ചിട്ടായിരുന്നു. ഓണത്തിന് പൂ മേടിക്കും, പക്ഷെ അതുവരെ അഡ്ജസ്റ്റ്മെന്റ് പൂവായിരുന്നു. ഓക്കെ. അങ്ങനെ അവിടെ നിന്നൊക്കെ കിട്ടുന്ന പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും ഇടാറില്ല. ഇപ്പൊ അങ്ങനെ ഇട്ടിട്ടില്ല. നാട്ടിൽ പോവാണെങ്കിൽ ഇടും എന്നല്ലാണ്ട്. അപ്പൊ ഇങ്ങനെ കടുവാകളി, പുലിക്കളി അതൊക്കെ ആള് വരും. എന്താണ് ഓരോന്ന് ഇങ്ങനെ കളിച്ചിട്ട്. അതൊക്കെ ഇപ്പോഴും ഉണ്ടോ അവിടെ നിങ്ങളുടെ നാട്ടിൽ? ഞാൻ മഞ്ചേരി ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ട്. ആണോ? അതിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. അപ്പൊ പറയാൻ കാരണം വേറൊന്നുമല്ല. പിന്നെ പണ്ടൊക്കെ നാട്ടിലേക്ക് വരുമ്പോ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നാട്ടിലൊന്നും തന്നെ ഒറ്റ പിള്ളേരുണ്ട്. എല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ. എല്ലാരും പഠിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവല്ലേ? ജപ്പാനിലേക്ക് പോകണം. നേരത്തെ യുകെയിലൊക്കെ ആയിരുന്നു, ഇപ്പൊ ജപ്പാനാ മൊത്തം. എല്ലാരും ജപ്പാനിലേക്ക്. അതെന്തോ ജപ്പാനിൽ ഇപ്പം എനിക്കറിയില്ല. അല്ല, ജപ്പാനിൽ ഇപ്പൊ ഒരുപാട് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് മാവേലി. ബാക്കിയല്ല എപ്പോഴും എല്ലാരും നമ്മൾ ചോദിക്കുമ്പോ UK കാനഡയില, ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെയല്ലേ പറയണേ. ഇപ്പൊ ജപ്പാനിൽ ഒരുപാട് അത് തന്നെ അവിടെയൊക്കെ നിറഞ്ഞുകൊണ്ട് ആൾക്കാരെല്ലാം ഇപ്പൊ ജപ്പാനിലേക്ക് പോണു. കാരണം അപ്പൊ അത് പോകാനായിട്ട് ഭയങ്കര ഈസി. ഇപ്പൊ ഈ ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമി ഒരെണ്ണമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവര് അവിടുത്തെ ബേസിക് ലാംഗ്വേജ് ഒക്കെ പഠിപ്പിച്ചു തരും. പെട്ടെന്ന് നമുക്ക് ജപ്പാനിലേക്ക് പോകും. പിള്ളേരുടെ ഭാവിയൊക്കെ പെട്ടെന്ന് സെറ്റിൽ ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് മാവേലിക്ക് ഇപ്പൊ കേരളത്തിൽ വന്ന പോലെ ഇനി ജപ്പാനിലേക്കും പോണോ? മാവേലി കാര്യം ചെയ്യും, പെട്ടെന്ന് ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമിയിലേക്ക് ചെല്ലും. അവിടെ പോയിട്ട് ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ട് അങ്ങോട്ട് ഈ വേഷത്തിലൊക്കെ പോയാൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതെ, ചെല്ലു. അതെ അതെ. അപ്പൊ നിങ്ങൾ പുറത്തേക്ക് പോകാൻ നിക്കല്ലേ? അധികം സമയം എടുക്കുന്നില്ല. ഞങ്ങൾ ഓണക്കോടി അമ്മ വാങ്ങി തന്നോ? അതും കൂടെ ചോദിക്കട്ടെ. ഓണക്കോടിയോ? എനിക്ക് അങ്ങനത്തെ ആവശ്യമൊന്നും. ഞാൻ എല്ലാ ദിവസവും ഓണക്കോടി മേടിച്ചോണ്ടിരിക്കണം. അപ്പൊ എന്താ അന്നിക്ക് അമ്മയ്ക്ക് വാങ്ങി കൊടുത്തോ ഓണക്കോടി? അങ്ങനെ
അങ്ങനെയൊക്കെ ചോദിച്ചു. അതും ഇല്ല. അമ്മയും മോളും കൂടെ ഓണത്തിന് എടുക്കാൻ സാരിയും സംഭവങ്ങളൊക്കെ സെറ്റാണ്, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ശരി, അപ്പൊ നമ്മുടെ മൈൽ സ്റ്റോണിന്റെ വക ഒരു ഓണക്കോടി ഇങ്ങോട്ട് തരാം കേട്ടോ. കുറെ ഓണ സമ്മാനങ്ങൾ ഇതാ തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നൽകുന്ന നല്ലൊരു ഓണക്കോടി. അപ്പൊ വേണമെങ്കിൽ ഇന്ന് പുറത്തേക്ക് പോകുമ്പോ ഈ ഓണക്കോടിയെ കൊടുത്തോണ്ട് പോവാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാം, മകൾ കൊടുക്കാം, മവല് കൊടുത്തോ. ഇതാ പാം ട്രീ നൽകുന്ന നല്ലൊരു ഓണ സമ്മാനം. ഓക്കെ, അപ്പോൾ സമ്മാനങ്ങൾ ഇതുണ്ട്. പിന്നെ ഇനി ഒരു സമ്മാനം ഇവിടെ ഇങ്ങനെ പറന്നെത്തിക്കൊണ്ടിരിക്കുക, അത് ഇങ്ങ് വന്നിട്ടില്ല. ഹാർവിയോറയുടെ നല്ലൊരു പ്ലാന്റ് ഉണ്ട്, അതും കൂടെ ഉണ്ട് കേട്ടോ സമ്മാനം. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും. ആണോ? അമ്മയ്ക്ക് ചെടി ഒരുപാട് ഇഷ്ടമാണോ? ഇഷ്ടമാണെന്നോ? കൺസേണിംഗ് ആണ് അമ്മേന്റെ ഇഷ്ടം. ആണോ? ചെടി. അപ്പൊ ഇതാ ഹാർവിയോറയുടെ നല്ലൊരു അഡീനിയം പ്ലാന്റാ, അതിപ്പോ വരും. അപ്പൊ അതുകൊണ്ട് സമ്മാനം. അപ്പൊ ഹാപ്പി ഓണം കാണാം. അമ്മയുടെ അടുത്തും പറയണം ഹാപ്പി ഓണം കേട്ടോ. അപ്പൊ ശരിക്കും നല്ലതാവട്ടെ. ഈ പ്രാവശ്യം ഞങ്ങൾ മാവേലിയും കൊണ്ട് വന്ന അനികക്കുട്ടീനെ എല്ലാ രീതിയിലും ബ്ലസ് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഓണം എല്ലാ ദിവസങ്ങളും സൂപ്പർ ആവട്ടെ കേട്ടോ. ഓക്കെ, പോവാ മാവേലി. ഞങ്ങൾ അടുത്ത സെലിബ്രിറ്റിയുടെ അടുത്തേക്ക് പോവാ. എല്ലാരും ഓരോ പണി ചെയ്തോണ്ടിരിക്കുക, എന്തൊക്കെയാന്ന് നോക്കട്ടെ. കാണാം കേട്ടോ. ബൈ. അതെ, എവിടെ വന്നേക്കെന്നറിയോ? പിന്നെ ഇതെനിക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം വന്നല്ലേ ഷാജിച്ചാന്റെ ഫ്ലാറ്റിലേക്കല്ലേ. എനിക്കറിയാവുന്ന ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരേ ഒരു സെലിബ്രിറ്റി നമ്മുടെ പാഷാന ഷാജിച്ചാനാണ്. ഷാജിച്ചാന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വന്ന് ഞാൻ ഇന്റർവ്യൂ എടുത്തതാ. വേറെ ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. വേറെ ആരെങ്കിലും അടുത്തേക്കാണ് പോണേ. അയ്യോ, ഷാജിച്ചാന്റെ ഫ്ലാറ്റിലേക്കാണ് എനിക്ക് വഴി അറിയാം. ഇനി ഞാൻ റൂട്ട് മാറി വേറെ ആൾക്കാർക്ക് ഇത് കൊണ്ട് കൊടുക്കേണ്ടി വരൂ. മവലും പോരെ, നല്ല വെയിറ്റ് ഉണ്ടേ. മവലി ഇടിക്കരുത്. വാ മവേലി, വഴി അറിയാലോ. വഴി അറിയാം. ഷാജിച്ചാന്റെ ഫ്ലാറ്റ് തന്നെ ആണെങ്കിൽ വണ്ടിയാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. പിന്നെ ഫുൾ പായസല്ലേ. മൈക്ക് വെച്ചോ ആദ്യം. ഹാപ്പിയാണ്. മൈക്ക് വെച്ചോ, മൈക്ക് വെച്ചോ. മൈക്ക് 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 ഷാജിച്ചേട്ടാ മൈക്ക്. ആ റെഡി. ഞങ്ങള് മാവേലിയെ കണ്ടോ? ഉള്ളിലേക്ക് വരട്ടെ. തിരുവോണം സദ്യ ചേച്ചി വെച്ചില്ലല്ലോ? കഴിച്ചോ? കഴിച്ചില്ല. അപ്പൊ വെച്ചാലും വെച്ചില്ലേലും ദേ ഹോളിഡേ ഇന്നിന്റെ വക സദ്യ കൊണ്ടാ ഞങ്ങള് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചേച്ചി സൂക്ഷിച്ചു പിടിച്ചോ. നല്ല വെയിറ്റ്. ഹോളിഡേ നല്ല സൂപ്പർ നല്ല ടേസ്റ്റി സദ്യയാണ് ഈ പ്രാവശ്യം. സന്തോഷം. എന്തായാലും ഇങ്ങനെ ഒരു സദ്യ കൊടുത്തയച്ച ഹോളിഡേ ഇത് നമുക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കി സദ്യയും കൂടെ തരാം. അല്ല, ഐറ്റം കൂടെ തരാം, ഗിഫ്റ്റ്. നമുക്ക് വരെ ഫോളോ ചെയ്യാം. മാജിക്കാരന്റെ ബോക്സ്. ഇനി അടുത്ത ഗിഫ്റ്റ് വാങ്ങിച്ചോളൂ. പാം ട്രീയുടെ വക രണ്ടുപേരും ചേർന്ന് വാങ്ങിച്ചോ. പാം ട്രീയുടെ വക മറ്റൊരു ഓണം ഗിഫ്റ്റ് ആണ്. സൂപ്പർ. ഇനി തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നൽകുന്ന ഓണക്കോടി ആദിലക്ഷ്മി ചേച്ചിക്ക്. ഇനി ചേട്ടന് ഓണക്കോടി ഞങ്ങളുടെ മഹാറാണിയുടെ വക. ഇനി ഹാർവിയോരുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതെ, ഇപ്പോഴും എയറില്ല, പറന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം ഈ വർഷം ഞങ്ങൾക്ക് ഓണം ഇല്ലാത്ത, പക്ഷെ എന്തായാലും ഓണം ഞങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവന്നതാണ് ഇപ്പൊ ഞങ്ങളുടെ ഓണം. ഇത് എനിക്കും ഇത് ചേച്ചിക്കും. അടുത്ത ഓണം മുതല് ഞാൻ സാരി ഉടുത്ത് നടക്കണമെന്നാണ് ഈ പറയുന്നത്. ഞാൻ തന്നപ്പോ മാറിപ്പോയോ? തന്നപ്പോ മാറിപ്പോയി. ഞങ്ങൾ എക്സ്ചേഞ്ച് അതെന്താ ഷാജിച്ചേട്ടാ ഞങ്ങളുടെ വക ഒരു സുഖം. അപ്പൊ ചേട്ടൻ ഇനി നിനക്ക് ഞാൻ ഓണക്കോടി ചേട്ടനുള്ള ഷർട്ട്. അത്രേ ഉള്ളൂ കേട്ടോ. മൈൽ സ്റ്റോൺ എല്ലാം സ്പെഷ്യൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മാവേലി കണ്ടോ? സന്തോഷം. ഈ ഫ്ലാറ്റിൽ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ 1 വർഷമായില്ലേ? 1 വർഷം കഴിഞ്ഞ് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മഹാബലി വന്നത്. ഞങ്ങൾ അതുകൊണ്ട് തേടി പിടിക്കാണ് ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന സെലിബ്രിറ്റികൾക്ക് മാവേലിയെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ട്. അപ്പൊ എന്താ ഇരിക്കും, ഞാൻ ഇനി വിളമ്പം കൂടെ തന്നിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ കൂടി ഉണ്ടോ? അപ്പൊ എന്നാ രണ്ടുപേരും ഇരുന്നോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സദ്യ വിളമ്പി തരും. ഞാനുമല്ല, മാവേലിയും വേണം. ആ കൊട താഴെ വെക്കും. കുറച്ച് നേരത്തേക്ക് എപ്പോഴും കൊടയും പിടിച്ചോണ്ട് നടക്കും. ഈ വീടിനകത്ത് എന്തിനാ? ഇരിക്കൂ ഇരിക്കൂ. അല്ല, രമ്യം കൂടി കഴിക്കും. ഒന്നിച്ച് കഴിക്കാം. എന്നാ ഞാൻ കൂടെ കഴിക്കാല്ലേ? മാവേലി വിളമ്പിത്താ. മാവേലി വിളമ്പിത്താ, ഞാനും കൂടെ കഴിക്കട്ടെ. അതെന്താ? എന്നാ ഞാൻ വേറെ സ്ഥലത്ത് മാവേലിയുടെ പോയി കഴിച്ചാലോ? മഹാബലി ഉള്ളൂട്ടോ. വേറെ രീതിയിലാണ് പണി. അന്ന് ഞങ്ങൾ വാശിയിട്ടെ കൈ കഴുകാൻ ഞാൻ വിളമ്പിത്തരാം. അങ്ങനെ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നമ്മുടെ ഫാമിലി മെമ്പറായ
ഷാജി ചേട്ടന് നമ്മൾ ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിന്റെ വക ദാ കണ്ടോ, ഒന്ന് നോക്കിക്കേ, അവര് വെച്ചിരിക്കുന്നത് കണ്ടോ, നല്ല നമുക്ക് സദ്യ ഐറ്റംസ് എല്ലാം. അപ്പോൾ ദാ ഞാൻ ഒരലിയെ നിങ്ങൾക്ക് തരുന്നുള്ളൂ, ഒരലയിൽ വിളമ്പുന്നുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഈ ഷായിച്ചേട്ടൻ രശ്മി ചേച്ചിയുടെ വീട്ടിലുള്ളതാണ്. രശ്മി ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടെ എപ്പോഴും വിശേഷ ദിവസം അച്ഛനും അമ്മയും കൂടെ ഒരലയിലാണ് ഭക്ഷണം കഴിക്കുക, ഇവരും ഒരലയിലാണ്. അതായത് ഞങ്ങൾ വന്നതിന് ശേഷം ഞാൻ അവരുടെ വീട്ടിൽ കണ്ടേക്കുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഞങ്ങളും പിന്നെ ഓണത്തിനോടെ കഴിക്കുമ്പോ ഞങ്ങൾ ഒരേല. അതെന്താന്നറിയോ, നമ്മളൊന്ന് നമുക്ക് ഒന്ന് പറയില്ലേ ഇത് പറഞ്ഞു. തിരുവോണമായിട്ട് വെറുതെ വായിന്ന് വല്ലതും. അപ്പം ഹോളിഡേ ഇന്നിന്റെ സദ്യയാണ് നിങ്ങൾ കാണുന്നത്. ദാ ഉപ്പ് മുതൽ എല്ലാ ഐറ്റവും അവർ നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. 4 കൂട്ടം പായസമാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു പഴം പായസം ഉണ്ട്, പാലടയുണ്ട്, ഇത് നമ്മുടെ ഇത് അരിയാണ്, പാൽപായസം. ഇതാ ഇവിടെ നമുക്ക് പരിപ്പുണ്ട്. അപ്പൊ ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. ഇനി നമുക്ക് വിളമ്പി തുടങ്ങാം. മാവേലിയുടെ ഞാൻ ആദ്യം ഉപ്പേരി വിളമ്പട്ടെ. അത് കൈക്കെടുത്തിട്ടോ ഉപ്പേരിയോ? സാധാരണ എല്ലാവരും ചെയ്യുന്നത്. ആ ശരി, 2 പേർക്കും കൂടെ ശർക്കര ഉപ്പേരി. എന്നാ വിളമ്പിക്കോളൂ. ശർക്കര ഉപ്പേരി. ഇനി പിക്കിൾ, നാരങ്ങ പിക്കിളുണ്ട്, മാങ്ങാ പിക്കിളുണ്ട്, ഇഞ്ചിക്കറി ഉണ്ട്. അവിയൽ വിളമ്പും. മാവേലി ആദ്യം അങ്ങനെ ഉണ്ടല്ലേ? രമ്യക്ക് വിളമ്പാൻ അറിയാം. അതെ അതെ, എനിക്ക് വിളമ്പാൻ അറിയാം. പിന്നെ ഞാൻ പോയിട്ടുണ്ട്, സപ്ലൈക്ക് പോയിട്ടുണ്ട്. എന്നെ കണ്ടപ്പോ കറക്റ്റ് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? സീരിയസ് ആയിട്ട് ഞാൻ സപ്ലൈക്ക് പോയിട്ടുണ്ട്. ഞാൻ പൂർണ്ണശ്രീ കാറ്ററിംഗിന്റെ സപ്ലൈക്ക് പോയിട്ടുണ്ട്. ആണോ? അപ്പൊ ചില സ്ഥലത്തിലും നമ്മൾ കറക്റ്റ് ഓർഡറിൽ തന്നെ വിളമ്പാം. നിർബന്ധം. നമ്മുടെ വീട്ടിലും അതെ, വിളമ്പുമ്പോ കറക്റ്റ് അതും ഇടേണ്ട സ്ഥലത്ത് തന്നെ ഇടണം, അല്ലെങ്കിൽ വഴക്ക് പറയും. അപ്പൊ അതുകൊണ്ട് വിളമ്പാനൊക്കെ കറക്റ്റ് അറിയാം. അപ്പൊ ഇങ്ങനെ പപ്പടം ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് പപ്പടം പൊടിഞ്ഞു. ഇതെന്താ എനിക്ക് പൊടിഞ്ഞു മാവേലിയുടെ വേഷോ സാധനങ്ങളും ഒക്കെ ഒന്ന് മാറ്റിക്കേ. ഇനി ഉപ്പ് ഞാൻ ഇത് വെച്ച് തട്ടാം. ഓക്കെ, അതെന്താ? കൊണ്ടാട്ടം മുളക്. അപ്പോൾ നിങ്ങൾ എന്താ ബീട്രൂട്ട് പച്ചടി തരൂ. ഇവിടെ കൂട്ടുകറി വിളമ്പിയിട്ടില്ല. സ്ഥലമൊക്കെ ഉണ്ട്, നമുക്ക് സ്ഥലം ഒപ്പിക്കാം. ബീട്രൂട്ട് പച്ചടി. അപ്പോളായി എല്ലാ ഐറ്റവുമായി നിറഞ്ഞ്. ഒരാൾക്ക് കഴിക്കണമെങ്കിൽ 2 ഇല ഇടേണ്ടി വരും. ഇതിപ്പോ നമ്മൾ ക്വാണ്ടിറ്റിയിലല്ലേ ഇട്ടേക്കണം. നോർമലി ഒരു സദ്യ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ 2 ഇല ഇടേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യാ, നിങ്ങൾ പതുക്കെ ഇവിടെ ഇരുന്ന് സദ്യയൊക്കെ കഴിച്ചോണ്ടിരിക്കാം. മാവേലി എനിക്ക് സദ്യ വാങ്ങിച്ചു തരുമോ? ഉറപ്പായിട്ടും. കൊറേ നേരമായി വിശക്കണമെന്ന് ഞാൻ പറയണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും സദ്യ കഴിച്ചിട്ട് അടുത്ത ആൾക്കാർ ഇതുപോലെ കാത്തിരിക്കുക. ഞങ്ങൾ എല്ലാവരുടെ അടുത്തേക്ക് ഒന്ന് എത്തട്ടെ. ശരി, ശരി ചേച്ചി, ഹാപ്പി ആണോ? ഓക്കെ, അപ്പൊ നന്നായി കഴിച്ചോളൂ. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി മനസ്സ് നിറഞ്ഞ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വയറ് നിറയുന്നത് മാത്രമല്ല, മനസ്സ് ഇപ്പോഴേ നിറഞ്ഞു. ഇത് നീ കഴിച്ചിട്ടില്ലെന്ന് അറിയുള്ളൂ. അപ്പൊ ഒത്തിരി സന്തോഷം. ഇനിയും ഇതുപോലെ തന്നെ എല്ലാവർക്കും കൊണ്ട് എത്തിക്കും. ശരി, എത്തിക്കട്ടെ. അപ്പൊ ഞങ്ങൾ പോട്ടെ. ഉണ്ണുമ്പോ ആരെയും കണ്ടാലും എണീക്കരുതെന്നാണ് പറയാ, ഉണ്ടോണ്ടിരിക്കുമ്പോ. ആ മാവേലി പോവാം. അപ്പൊ ശരി, ഓക്കെ, ബൈ. ഞാൻ ഡോർ അടിച്ചേക്കാം. ഇനി എങ്ങോട്ടാ മാവേലി അടുത്ത പോണേ? ഇനി എങ്ങോട്ട്? ഇനി ഞാൻ ആരുടെയും വീട്ടിലേക്കില്ലേ എനിക്ക് ഭക്ഷണം വാങ്ങി തരണം. ഞാൻ ഇനി ഭക്ഷണം കഴിച്ചിട്ട് എങ്ങോട്ടാണേലും വരുള്ളൂ. മാവേലിക്ക് വിശക്കുണ്ടോ? നമുക്ക് എല്ലാം കഴിഞ്ഞാ പോരെ? ഇല്ല, എനിക്ക് പറ്റില്ല. എനിക്ക് വിശക്കണു. തിരുവോണം ആയിക്കൊണ്ട് പട്ടിണിക്ക് ഇരിക്കാൻ പറ്റുമോ? എനിക്ക് വിശക്കണു. ഞാൻ എന്റെ പൊന്നു മാവേലി, ഇത്രയും നേരം നമ്മൾ ഓരോ വീടുകളിലൂടെ പോയിട്ട് ഇതിപ്പോ എന്താ? ഇതൊരു ബുട്ടീക്ക്, ഇത് വീടല്ല. മാവേലിക്ക് വഴി തെറ്റി ഇങ്ങോട്ട് വീടല്ല. ഞാനിവിടെ ആദ്യം വന്നു പോയതാണല്ലോ, കാണിക്കണത്. അപ്പൊ ഇവിടെ ആരെ കാണുന്നു? ഇതൊരു ബുട്ടീക്കാണ്. മാവേലി സത്യമായിട്ട് ഇതൊരു കടയാ, ബുട്ടീക്ക് കട. ഇവിടെ ആരെ കാണാനാ? ബുട്ടീക്കില് ഇവിടെ ആരെ കാണാനാ? സെലിബ്രിറ്റിനെ കാണാൻ വന്നല്ലേ? അതെ അതെ അതെ, വരും. എനിക്ക് തോന്നണ മാവേലിക്ക് വഴി തെറ്റിന്നാട്ടോ. ഇത്രയും നാളും പാതാളത്തിൽ ഇരുന്നിട്ടേ ഇവിടുത്തെ നാട്ടിലത്തെ വഴിയൊന്നും അറിയാതെ തെറ്റിന്നാണ് തോന്നുന്നത്. പണ്ടൊക്കെ എനിക്ക് വഴി തെറ്റിട്ടുണ്ട്, പക്ഷെ എനിക്ക് വഴി തെറ്റില്ല. കണ്ടാ, ഞാൻ വന്നു പറഞ്ഞപ്പോ ഈ ഓണപ്പൂക്കളൊക്കെ ഇട്ടേക്കുന്ന അത്തപ്പൂക്കൾ കണ്ടാ മാവേലി? അങ്ങനെയുണ്ട്. ഇത് വെച്ചോ, മൈക്ക് വെച്ചിട്ട് പറയാം. ഇവിടെ ഇത് എന്താ സെറ്റപ്പ്? ഇവിടെ ഇത് എടുക്കണോ? മോഡലിംഗിന്റെ ആണോ?
ബുട്ടീക്കിന് സ്റ്റൈലിംഗ് എല്ലാം കൂടി ചേർന്നൊരു ഷൂട്ട് എടുക്കുക. ഓക്കെ, ഹാപ്പി ആണോ? ഹാപ്പി ആണോ? സോറി ടു ഡിസ്റ്റർബ് യു. ഹാപ്പി ആണോ? ഹാപ്പി ആണോ? സോറി ടു ഡിസ്റ്റർബ് യു കേട്ടോ. ഒരു 2 minutes. എന്നോട് എന്താ പറഞ്ഞത്? വഴി തെറ്റിപ്പോയി. അതെ, ഇവിടെ വന്നപ്പോ എന്നോട് മുമ്പ് വിളിച്ച ആളാണല്ലോ. അല്ല ഞാൻ വിചാരിച്ചു മാവേലിക്ക് വഴി തെറ്റി പോയി കാണുന്നു. ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുവന്നപ്പോഴേ ഇവിടെ ആരെ കാണാനാ വന്നതെന്ന് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു. ഇതൊരു ഷോപ്പല്ലേ, ഇവിടെ ആരെ കാണാൻ വന്നു? കണ്ടിട്ട് മനസ്സിലായില്ല. മാവേലിക്ക് മനസ്സിലായില്ലേ? അല്ല എനിക്ക് മനസ്സിലായല്ലോ. മാവേലിക്ക് അല്ല അറിയാം. മാവേലിയാണ് എന്നെ കൊണ്ടുവന്നത് ഇവിടെ. എനിക്ക് സർപ്രൈസ് ആയിട്ട് എന്നെക്കാളും മുന്നേ പേര് വിളിച്ചു. ആണോ? അങ്ങനെ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് സന്തോഷമായിരുന്നു നാട്ടിലൊക്കെ വരുമ്പോ. ഇപ്പൊ ഒരുപാട് വിഷയങ്ങളാ. എന്ത് പറ്റി? ഭയങ്കര വിഷയങ്ങളാ. എല്ലായിടത്തും കള്ളവും വഞ്ചനയും എല്ലാ വിഷയങ്ങളും ഉണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾ 2 വാക്ക് പറയാമോ? ഞങ്ങൾ അതിലേക്ക് പോവാത്തോണ്ട് അറിയില്ല. അല്ല എന്നാലും പറയാലോ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിനെ കുറിച്ച് നോക്കുമ്പോ നമുക്ക് പറയാലോ ധൈര്യമായിട്ട്. ഇവിടെ എന്താ ഒരു കള്ളവും ഇല്ല, ഇപ്പൊ ഇവിടെ ഒരു കുഴപ്പമില്ല മാവേലി. ഭയങ്കര ആണോ? നമ്മള് പണ്ട് വന്ന പോലെ അല്ല ഞാൻ ഇപ്പൊ. പാതാളത്തിലുണ്ടോ ഈ കള്ളവും ചതിയൊക്കെ? അവിടെ ഞാൻ മാത്രല്ലേ ഉള്ളൂ. ആരോടും കള്ളവും ചതിക്കൊന്നും ഇല്ല. അതെ അതെ അതെ. നല്ല ഓണം ഒക്കെ ആയിക്കോട്ടെ. ഇപ്പൊ നാദിര ഫാമിലി ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ആയി, എല്ലാം നല്ല രീതിയിൽ പോണു. അപ്പം ഹാപ്പി ആയിട്ടിരിക്കണം അല്ലെ? അപ്പൊ ഇവിടുത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ നേരെ ഫാമിലിയുടെ അടുത്തേക്ക് പോവാണോ? നാളെ ട്രിവാൻഡ്രത്തേക്ക് ആണ്. അപ്പൊ അവരുടെ കൂടെ ഓണം എല്ലാം അങ്ങനെ ആഘോഷിക്കുകയാണ്. 2ാമത്തെ ഓണം തോന്നുന്നു. കുറച്ച് നാളിന് ശേഷം എന്റെ വീട്ടിൽ 2ാമത്തെ ഓണമാണ്. ഓക്കെ, അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? അപ്പൊ വീട്ടിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകണ്ട. ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ, ഓണ സമ്മാനം. ഇത് പാം ട്രീ നൽകുന്ന നല്ലൊരു ഓണം ഗിഫ്റ്റ് ആണ്. ഫോൺ ഉണ്ടായിരുന്നോ? അതെന്റെ ഫോൺ, അതെന്റെ സ്വന്തം ഫോണാണ്. അത് മാവേലി കൊടുത്തോളൂ. അവിടെ വെച്ചാ. അപ്പം എന്റെ ഒരു ഓണാശംസകൾ. ഇത് ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിൻ നൽകുന്ന പായസം. ഇതാണ് അവരുടെ ഓണം ഗിഫ്റ്റ് ആണ്. പിന്നെ അത് മാറ്റിച്ചോ. ഇനി അടുത്തുണ്ട് തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നൽകുന്ന നല്ലൊരു ഓണക്കോടി. അതിലേക്ക് കൂടുതൽ സുന്ദരിയാവാം. ഞങ്ങൾ എന്നാ അങ്ങ് ഇറങ്ങുകയാണ്. ഇടയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്ത് സോറി കേട്ടോ. അപ്പൊ ശരി, ഹാപ്പി ഓണം. കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്. ഇതൊക്കെ ഇവരുടെ തന്നെയാണ്. നൈസ്, വെരി നൈസ്. അപ്പൊ എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ, ബൈ. ഹായ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമസ്കാരം. ഈ മൈക്ക് നോക്കണേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഓണത്തിന് എങ്ങനെയാണ് ഓടിയൊക്കെ എടുത്തോ? നിങ്ങൾ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് പറഞ്ഞാൽ ഞാൻ ചോദിക്കണമല്ലോ എങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഓണം എന്നൊക്കെ പറയുമ്പോൾ മൊത്തം പാചകമാണല്ലോ. പാചകമൊക്കെ അറിയാവോ? എല്ലാം അറിയാല്ലേ? ഞാൻ ഈ കേരളത്തിൽ വരുമ്പോഴേ ഇഷ്ടം കൊണ്ട് പഠിച്ചതല്ല, അവസ്ഥ കൊണ്ട് പഠിച്ചതാണ് മലയാളം. പിന്നെ ഇഷ്ടമായി ഇല്ല പാചകം. ഓ ഓക്കെ, ഇഷ്ടം കൊണ്ട് പഠിച്ചതാണ്. അത് ശരി. ഞാനിപ്പോ പറയാ ഇത് വെച്ചേക്കട്ടെ, കയ്യിലെ കൊടുത്താൽ മതി. മതിയല്ലേ? താങ്ക് യു ഷാജി പാപ്പൻ, താങ്ക് യു സോ മച്ച്. വേറെ കുറച്ച് സമ്മാനങ്ങളുണ്ട്. ഇത് പായസം അല്ലേ? പായസം. താങ്ക് യു ഷാജി പാപ്പൻ. അതുപോലെ വേറെ ഓണക്കോടിയുണ്ട് മഹാറാണിയുടെ. ഈ ഷാജി പാപ്പന്റെ ഓണർ പേരെന്തായിരുന്നു? പുള്ളിക്കല്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞത്? അപ്പൊ ഫസ്റ്റ് ഓണമല്ലേ കല്യാണം കഴിഞ്ഞത്? അപ്പൊ നിനക്ക് ഫസ്റ്റ് ഓണത്തിന് ഹാപ്പി ഓണം പെട്ടിരിക്കല്ലേ? താങ്ക് യു സോ മച്ച്. അങ്ങനെ മാവേലി, നമ്മളിത് ആരുടെ വീട്ടില? കൊള്ളാലോ വീട് മാവേലി. വീടൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് ആരുടെ വീട്ടിലാ നമ്മള് വന്നിരിക്കുന്നത്? അറിയാൻ പറ്റും അല്ലേ? അതെനിക്കറിയാം, കോളിംഗ് ബെൽ അടിക്കുമ്പോ വീട്ടിലെ ആള് വരുമല്ലോ. പക്ഷെ കൊള്ളാം, നല്ല വീട്. കേറട്ടെ മാവേലി വരല്ലേ? മാവേലിയെ കാണട്ടെ. ഞാനിങ്ങനെ സൈഡിൽ നിന്ന് വിളിച്ച് നോക്കാം ആരാന്ന്. എവിടെ? ഹായ്. മൈക്ക് വെച്ചോ? എവിടെ ഹലോ, ഹാപ്പി ഓണം. മൈക്ക് വെച്ചോ? എന്നോട് മാവേലി പറഞ്ഞില്ല ആരുടെ വീട്ടിലേക്കാ പോണെന്ന്. ഞാൻ ആരുടെ അടുത്തേക്കാ പറഞ്ഞേ? മാവേലി രാത്രി ആവുമ്പോഴും പ്രജകളെ അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലാരും സദ്യ കഴിച്ചോ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള വിശേഷങ്ങൾ അന്വേഷിക്കാനായിട്ട്. തിരക്കാണല്ലോ, ഉച്ചക്ക് നേരം കഴിക്കില്ല, രാത്രി കഴിക്കുന്നു.
രാവിലെ തൊട്ട് പിന്നെ എല്ലാരും കാണാൻ പോണ്ടേ. അതെ അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓണം? ഓണം എന്താ സദ്യയൊക്കെ കഴിഞ്ഞു. വിധി ഉണ്ടാക്കിയോ സദ്യ അതോ വാങ്ങിക്കാണോ ചെയ്തത്? വാങ്ങി കള്ളി. അതെ, ഇവിടെ കഷ്ടപ്പെട്ട് കുക്ക് വിശാലമായിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തി അവിടെ സ്വസ്ഥമായിട്ടിരിക്കാലോ. ഓ അപ്പൊ വാങ്ങി ഇവിടെ വെച്ച് കഴിച്ചോ അതോ നിങ്ങൾ പുറത്ത് പോയോ? ഇവിടെ വെച്ചു ആണോ? വീട്ടില്. കഴിച്ചതൊക്കെ ഇവിടെ തന്നെ, പക്ഷെ വാങ്ങിയിട്ട് വന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് എല്ലാം ഉണ്ടാക്കാനൊക്കെ? അല്ലെങ്കിൽ അറിയാമോ കുക്കിംഗ് ഒക്കെ എങ്ങനെയാ? എന്തെങ്കിലും ചോദ്യത്തിലേക്ക് അപ്പോൾ വിനുവിന്റെ അതെ വിനുവിന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം വിദ്യയുടെ കുക്കിംഗ് അല്ല. അല്ല, ആവശ്യത്തിന് വെച്ചെടുക്കും, പക്ഷെ എല്ലാരും കൂടെ വന്നേ എനിക്ക് അല്ലല്ല കേട്ടോ, നന്നായിട്ട് കുക്ക് ചെയ്യും, അത്യാവശ്യം നല്ല കൈപ്പുണ്യുണ്ട്, പക്ഷെ മടിയാ. മടിയുള്ളവർ കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുക്കളയിൽ കയറാൻ ഭയങ്കര മടിയാണ്. സന്തോഷം. അതെ, അത് ചേട്ടനോടൊന്നും ചോദിക്കണേ, ഇങ്ങനെ ചോദിക്കട്ടെ എങ്ങനെയുണ്ട് അവിടുത്തെ അവസ്ഥ. നിങ്ങൾ ഒരുമിച്ചുള്ള ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ എവിടെയും കാണാറില്ല. എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള ഒരു കപ്പിളാണ് നിങ്ങളെ ഒരുമിച്ച് കാണുക, നിങ്ങൾ ഒരുമിച്ച് ഒരു ഫ്രെയിമില് നിങ്ങളുടെ കളിയും ചിരിയും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാം, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള. പക്ഷെ നിങ്ങൾ കോൺഷ്യസ്ലി ആണോ ഇങ്ങനെ? നിങ്ങൾ അല്ലല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ ഒരു നല്ല ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാം. കാരണം ഇപ്പൊ 2-3 പ്രൊജക്ട്സിന്റെ പ്ലാൻ ഉണ്ട്, അപ്പൊ അതിന്റെ ഒക്കെ ഒരു അനൗൺസ്മെന്റും എല്ലാം കൊണ്ട് സർപ്രൈസ് ആയിട്ട് നമുക്ക് നല്ലൊരു ഇന്റർവ്യൂ ചെയ്യുന്നില്ല. എന്തായാലും അപ്പൊ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെയെങ്കിലും നമുക്ക് ഇനി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം. നമുക്ക് പോണ്ട അടുത്ത സ്ഥലത്തേക്ക്. മാവിന് കൊടുത്തോ? മാവിന് കൊടുക്കാതെയോ? ഇത് ഹോട്ടൽ ഹോളിഡേ ഇന്നിന്റെ വക ഒരു ഓണം സമ്മാനമാണ്. 4 കൂട്ടം പായസം ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഇന്ന് പായസം ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. അത് പായസം എങ്ങനെയാ പൊതുവെ ഇഷ്ടമാണോ നിങ്ങൾക്ക്? പായസം ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പാലട. അതിനകത്ത് പാലടയുണ്ട്. എനിക്ക് കൂടുതലും നമ്മുടെ തെക്കൻ സൈഡ് സദ്യ പാൽപ്പായസം പാൽപ്പായസം ഇഷ്ടമാണ്. പരിപ്പുണ്ട്, പാൽപ്പായസം ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ അടുത്ത ഗിഫ്റ്റ് ഇത് പാം ട്രീയുടെ വക മറ്റൊരു ഓണ സമ്മാനം. അതിവിടെ വെക്കാം, എന്നാലും ഇനി അടുത്ത സമ്മാനം തരാൻ പറ്റൂ. ഇനി ഇതാ തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നൽകുന്ന മറ്റൊരു ഓണക്കോടി. അപ്പൊ നിങ്ങളുടെ ഓണം സൂപ്പർ ഓണം ആവട്ടെ. ഓണാശംസകൾ. താങ്ക് യു. അപ്പൊ നിങ്ങളുടെ അതെ ലൈഫ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നന്നായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. മാവിന് വിഷ് ചെയ്യൂ. മാവേലി, അങ്ങനെ നമ്മള് ഇന്നത്തെ ദിവസം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നിരിക്കുക. ഇതുവരെ മാവേലി എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ എത്ര ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ ലാസ്റ്റ് ചോദിക്കുക, ഇതാ ലാസ്റ്റ് സെലിബ്രിറ്റിയുടെ വീടല്ലേ, ഇവിടെയെങ്കിലും ഒന്ന് പറയൂ ആരുടെ വീടാണ്? എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഒരു ക്ലൂ തരുവോ? ആദ്യത്തെ ലെറ്റർ എന്താ? ഒന്നും പറയത്തില്ല. ആണാണോ പെണ്ണാണോ? അതും പറയത്തില്ല. ഓഹോ, മാവേലി പാവാന്നൊക്കെ ഞാൻ വിചാരിച്ചു, ഇത്ര ദുഷ്ടനാന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇപ്പഴും മനസ്സിലായോ? ഇല്ല, കുഞ്ഞിന്റെ ശബ്ദല്ലേ? ഒന്നും കൂടി ഞാൻ അടിക്കാം. മാവേലി വരുമ്പത്തേക്ക് ഹലോ ഹാപ്പിയോടാ, ഇതാരാന്ന് മനസ്സിലായോ? ഹലോ, ആരാ? എന്താ മൈക്ക് വെച്ചോ? ഞാൻ വെച്ചേരട്ടെ? ഇതാരത്? ഹലോ, കരയോ? ഇല്ലേ? ഇതാരാ? ഹലോ ഹലോ, എന്താ പേര്? പാർത്ഥേവ്. പാർത്ഥേവ് ഇതാരാ? പറ. പാർത്ഥേവ് ഇതാരാ? മാവേലി. ഇദ്ദേഹത്തിന്റെ പേരെന്താ? പൃഥ്വി. ഓക്കേ. ഇരിക്ക. നമ്മള് ആരെ കാണാൻ? ശരി മാവേലി, നമ്മൾ ആരെ കാണാൻ വന്നേ? സെലിബ്രിറ്റി. അതെ, വെയിറ്റ് ചെയ്യുന്നേ. ഇവിടെ ഇല്ലേ? ഇപ്പോ അറിയാൻ പറ്റും. ഇവിടെ ഇല്ലേ ആള്? ഇവിടെ ഇല്ലേ? ടിഷ്യൂ. അച്ഛയാണോ വന്നേ? ആണോ? അച്ഛയാണോ വന്നേ? എന്നാ മാവേലി നോക്ക്. അച്ഛയാണോ മോനെ? ആരാ നോക്കട്ടെ. ഹായ്, മനസ്സിലായ? പിന്നെ ഓണം ആയിക്കൊണ്ട് മാവേലി ഇല്ലാണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും വരുമോ? മൈക്ക് വെച്ചിട്ട് പറയും. വീട്ടിൽ കൂടെ നടക്കുമ്പോഴേ അത് പിന്നെ ഇതോ ഇവിടെ
എടാ കള്ള, ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു മോനെ അച്ഛൻ എവിടെ, എനിക്കൊരു സംശയമുണ്ട് ഇതിന് മുഖത്തുണ്ടല്ലോ, പിന്നെ തെറ്റിട്ട് നമ്മളെ പറയരുത്. ഞാനിട്ട് ഇങ്ങനെ അവിടെ അച്ഛൻ എവിടെ അച്ഛൻ എവിടെ എന്നൊക്കെ, പക്ഷെ എന്നിട്ട് ഞാൻ ഇല്ല, എനിക്ക് എന്നോട് പറഞ്ഞിട്ടില്ലെന്നേ. പറഞ്ഞില്ല. എന്നിട്ട് ഓണം ആയിക്കൊണ്ട് എവിടെ പോയിരിക്കായിരുന്നു? വീട്ടുകാരെ ഇവിടെ ആക്കിയിട്ട് നിങ്ങളെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കറങ്ങാൻ പോയി. ഓഹോ, ഒറ്റക്ക് ഇറങ്ങാൻ പോയി. ഒറ്റക്ക് ഇറങ്ങാൻ ആ അച്ഛൻ എന്നിട്ട് ഓണക്കോടി വാങ്ങി തന്നോ അച്ഛൻ? ആണോ? ആഹാ, കിട്ടി ഓണക്കോടി? ഇല്ല, കിട്ടി. അവന് പോക്കറ്റുള്ള ഷോർട്സ് വേണം. ആഹാ, പോക്കറ്റിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ വേണോ അല്ലേ? ശരി. എന്നിട്ട് കിട്ടിയോ? അച്ഛൻ വാങ്ങി തന്നോ? സദ്യയൊക്കെ കഴിച്ചു? അതാണോ പോക്കറ്റ് ഉള്ളേ? ആണോ? ഓഹോ, സല്യൂട്ട് അടിച്ച് കാണിച്ചേ, സല്യൂട്ട് അടിച്ചേ. ആ നിന്നു, നിന്ന് നിന്ന് കാണിച്ചേ, സല്യൂട്ട് അടിച്ച് കാണിച്ചേ. പോക്കറ്റ് ഉണ്ട്, പോക്കറ്റ് ഉണ്ട്. ഇനി സല്യൂട്ട് അടിച്ചേ, സല്യൂട്ട് അടിച്ചേ. ഇതാരാ പഠിപ്പിച്ചു തന്നെ? അച്ഛാ, ഞാൻ പിള്ളേരോട് ചോദിക്കായിരുന്നു, ഇവിടെ ഈ ഫ്ലാറ്റില് മാവേലിയൊക്കെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വരാറില്ലല്ലോ, ഒരു മാവേലിയൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ അല്ലേ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഫ്ലാറ്റിലത്തെ ഓണാഘോഷം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഫ്ലാറ്റിൽ ഓണം ആഘോഷിച്ചില്ല. എന്താ? വയനാട് ഇഷ്യൂ, അതാ മോൻ പറഞ്ഞത്. ഓ, അപ്പൊ അതുകൊണ്ട് ഓണമില്ല. എന്നിട്ട് ഗാന്ധി ജയന്തിക്ക് മാത്രം. ഗാന്ധി ജയന്തി ഗാന്ധി ജയന്തിക്ക് അല്ലല്ല, ഒക്ടോബർ 2 സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ചായ കുടിക്കാം. അശ്വതി, ചായ റെഡി. അയ്യോ, നിങ്ങളുടെ ചായ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ തരട്ടെ അശ്വതി. ചായ അങ്ങോട്ട് വെച്ചോ. ചായ ആറില്ലേ? ഞാൻ ഇവിടെ കൊണ്ടുവന്ന്. എന്തൊക്കെയുണ്ട് പുതിയ സിനിമകളൊക്കെ? അപ്പൊ എന്തായാലും ഇനി മാവേലി നമുക്ക് ഇവർക്ക് സമ്മാനം കൊടുക്കാം. ആദ്യം അശ്വതിക്ക് തരട്ടെ. ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിൻ നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് ആണ്, ഓണം ഗിഫ്റ്റ്. 4 വെറൈറ്റി പായസങ്ങളാണ് കേട്ടോ. ഇനി സഞ്ജുവിന് മാവേലി കൊടുക്കൂ. ആണോ? അപ്പൊ ഇത് മാവേലി കൊടുത്തോ. ഇതാ തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നൽകുന്ന ഒരു ഓണ സമ്മാനം, ഓണക്കോടി. പക്ഷെ കുട്ടികളുണ്ടെന്നൊന്നും അറിഞ്ഞില്ല, കുട്ടികൾക്കൊന്നും പായസം കുടിക്കാം കേട്ടോ. നമുക്ക് പായസം കുടിക്കാം. എന്ത്? ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ സ്ഥലത്തേക്ക് വരണമെന്ന് മാത്രമേ ഇദ്ദേഹം പറയാറുള്ളൂ. പിന്നെ ചോദ്യം ചോദിക്കണമെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കാൻ പറയാം. അപ്പൊ ശരി, എന്നാ ഞാൻ ചായയും കൂടെ കുടിച്ചോട്ടെ, ഞങ്ങൾക്ക് ഇറങ്ങാം. അപ്പൊ ചായ കുടിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ഇനി ഇറങ്ങാം മാവേലി. അശ്വതി, താങ്ക് യു. താങ്ക് യു, ചായക്കൊക്കെ നന്ദി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സെലിബ്രിറ്റീസിന്റെ അടുത്തുള്ള ഓണാഘോഷ പരിപാടി തീർന്നിരിക്കുകയാണ്. ഇവിടെയായിരുന്നു ലാസ്റ്റ് വീട്. അങ്ങനെ ഇന്നത്തെ ഇതൊക്കെ എല്ലാം കഴിഞ്ഞു. അതിങ്ങനെയെങ്കിലും നമുക്ക് കാണാൻ പറ്റി. നമുക്കിനി അല്ലാതെ ദിവസം വീട്ടിലേക്ക് വരും, അല്ലാതെ കാണാം. അപ്പോൾ ഹാപ്പി ഓണം ഒരിക്കൽ കൂടി. ഓക്കെ മോനെ, ഹാപ്പി ഓണം. കാണാം കേട്ടോ. അപ്പൊ ശരി.